MTMysticsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നാം മനുഷ്യരുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളാണ്, ബാക്കിയുള്ളവരുടെ തീരുമാനങ്ങളാണ്. അവരെന്തു പറയും, ഇവരെന്തു പറയും. പക്ഷേ മറ്റുള്ളവർ എന്തു പറയും എന്നുള്ള ചിന്ത നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്ന നിമിഷം തൊട്ട്, ആൾക്കൂട്ടങ്ങളുടെ തീരുമാനങ്ങൾക്കപ്പുറം ചിന്തിക്കാൻ പഠിക്കുന്ന നിമിഷം തൊട്ട്, ഓഷോ പറഞ്ഞതുപോലെ യു ആർ നോ ലോങ്ങർ എ ഷീപ്പ്, യു ബിക്കം എ ലയൺ. നിങ്ങളൊരു സിംഹമായി ആ നിമിഷം മുതൽ മാറും. എളുപ്പമല്ല എന്ന് തോന്നുന്ന ചില സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലില്ലേ? നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ചില ആഗ്രഹങ്ങളില്ലേ? നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വെല്ലുവിളിക്കുന്ന ചില കാര്യങ്ങൾ. ദിവസവും നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ, അതിനായി ഒരുപാട് പരിശ്രമിക്കുന്ന ഒരു അവസ്ഥ. അപ്പോഴും ബാക്കിയുള്ളവർ എന്തു പറയും, എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു ഭയം. എന്ന് മറ്റുള്ളവരുടെ തീരുമാനങ്ങളിൽ നിന്ന് നമ്മൾ ഫ്രീ ആകുന്നുവോ, അന്നു മുതൽ നമ്മൾ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നടക്കാൻ പഠിക്കുകയാണ്. ഒരു വലിയ ധൈര്യം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്, എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം. അതാണ് സിംഹത്തിന്റെ പ്രത്യേകത, ദ ലയൺസ് ആറ്റിറ്റ്യൂഡ്. തന്നെ ആക്രമിക്കാൻ വരുന്ന 10 പുള്ളിപ്പുകൾ ചുറ്റും നിന്നാലും അതവിടെ നെഞ്ചും വിരിച്ച് ഉയർന്നു നിൽക്കും. അതതിനെ ഫേസ് ചെയ്യും. എത്ര വലിയ സിറ്റുവേഷൻ വന്നാലും അതിൽ നിന്ന് ഓടി ഒളിക്കില്ല. ഫിയർ ഈസ് ജസ്റ്റ് ആൻ ഇല്യൂഷൻ എന്ന് മൈക്കിൾ ജോർദാൻ പറയുന്നുണ്ട്. പേടി, ഭയം എന്നുള്ളത് ഒരു മിഥ്യ മാത്രമാണ്, ഒരു സങ്കല്പമാണ്. നമ്മളെ പലതിൽ നിന്നും പിടിച്ചു നിർത്തുന്നത് ഈ ഒരു ഭയമാണ്. നമ്മുടെ മനസ്സിൽ കളിക്കുന്ന ഈ ഒരു ഭയം പുറത്തു നിന്നുള്ള ആരുമല്ല, നമ്മുടെ ആഗ്രഹങ്ങളെ തൊട്ട് നമ്മെ പിടിച്ചു നിർത്തുന്നു. നമ്മുടെ ഉള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭയമാണ്, നമ്മുടെ ഉള്ളിലെ ഈ സംശയമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മാത്രമാണ് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലിൽ, നമ്മുടെ ഫുൾ കഴിവിൽ നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. സിംഹങ്ങൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നത് അങ്ങനെയാണ്. അവർ വെറുതെ പിടിച്ചു നിൽക്കുകയല്ല, അവർ ലക്ഷ്യങ്ങളെ വിടാതെ പിന്തുടരുകയാണ്. അവർ വെറുതെ ജീവിച്ചു പോവുകയല്ല, സ്വപ്നങ്ങളെ അവർ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലേക്ക് ഫോക്കസ് ചെയ്ത് ശ്രദ്ധ മുഴുവൻ അതിലേക്ക് കൊടുക്കുകയാണ് സിംഹങ്ങൾ. സിംഹം ഇര പിടിക്കുന്നത് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഫോക്കസ് നമുക്ക് മനസ്സിലാവും. ഒരു മനുഷ്യന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാളെ ഓർഡിനറിയിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് ഉയർത്തുന്നത് ഈ ഒരു കാര്യമാണ്, ഫോക്കസ് ചെയ്യാനുള്ള കഴിവ്. ലക്ഷ്യങ്ങളെ മുന്നിൽ കാണുക, ആ ലക്ഷ്യങ്ങളിൽ കണ്ണുറപ്പിച്ച് ഭയമില്ലാതെ മുന്നോട്ട് പോവുക. ഈ ഒരു കാര്യത്തിന് ഒരുപാട് നമ്മളെ തന്നെ വിശ്വസിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് വേറൊരാൾ വന്ന് മാറ്റം കൊണ്ടുവരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കരുത്. മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ആ ഒരു ആത്മവിശ്വാസം, നിങ്ങൾക്ക് കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്നാണ് നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും തുടങ്ങേണ്ടത്. ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. പക്ഷേ ഓരോരുത്തരും നേരിട്ടത് വ്യത്യസ്തങ്ങളായ രീതിയിലായിരുന്നു. ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും ഇട്ടിട്ട് പോകില്ല എന്നൊരു മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, എങ്ങനെയും ഞാനത് നേടിയെടുക്കും, ഞാനതിന് പരിശ്രമിക്കും എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ യു വിൽ ട്രൈ അഗൈൻ. നിങ്ങൾ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അമേരിക്കൻ എഴുത്തുകാരനായ ജിംറോൺ പറയുന്നുണ്ട്, ഡോണ്ട് വിഷ് ഇറ്റ് വാസ് ഈസിയർ, വിഷ് യു വെയർ സ്ട്രോങ്ങർ. അതായത് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കൂടുതൽ നന്നായിരുന്നെങ്കിൽ എന്നല്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ എളുപ്പമായിരുന്നെങ്കിൽ എന്നല്ല, നിങ്ങൾക്ക് കൂടുതൽ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, നേരിടാനുള്ള പവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുക. നിങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ചുറ്റുമുള്ളവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വിമർശനങ്ങൾ, അഭിപ്രായങ്ങൾ, പരിഹാസങ്ങൾ, അവരുടെ ജഡ്ജ്മെന്റ്സ്. അതിന് ചെവി കൊടുക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ കണ്ണുറപ്പിച്ച് ധൈര്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുന്നുണ്ടോ? ആൾക്കൂട്ടങ്ങളുടെ ജഡ്ജ്മെന്റ്സിനപ്പുറം നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലയൺ ആറ്റിറ്റ്യൂഡ്. അതാണ് സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്. അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. എവരിവൺ വാണ്ട്സ് ടു ഈറ്റ് ലൈക്ക് എ ലയൺ, ബട്ട് ഫ്യൂ ആർ വില്ലിംഗ് ടു ഹാഡ്. മറ്റൊരു നല്ല ടോപ്പിക്കിൽ വീണ്ടും കണ്ടുപോയി. നന്ദി, നമസ്കാരം.